Hello, this is me Rimisha and welcome back to my channel. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് 2026ലേക്കുള്ള വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു ബുക്ക് എടുത്ത് 2026ൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് ഇയറിൽ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ്, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, വിഷ് ലിസ്റ്റ് ഇതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പായിട്ട് പിൻട്രസ്റ്റിൽ പോയിട്ട് നമ്മൾ എഴുതിയ ഗോൾസിനെ പറ്റിയ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു സർഫേസാണ് ഉണ്ടാവുക. അതിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ യൂട്യൂബിൽ 100K ആണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ പിക്ചേഴ്സ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഗോൾസിന് പറ്റിയിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. അടുത്ത സ്റ്റെപ്പായിട്ട് ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ചേഴ്സൊക്കെ പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻവയിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ക്യാൻവ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എലമെൻറ്റ്സിൽ പോയിട്ട് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. ഈ ഒരു A4 ഡോക്യുമെൻറ്റിൽ ഞാൻ മൊത്തം 20 ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫോട്ടോസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈ ഒരു എണ്ണത്തിൽ മാറ്റം വരുത്താം. അപ്പോൾ ഈ ഒരു A4 ഡോക്യുമെൻറ്റിൽ മൊത്തം 20 ഫ്രെയിംസ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അപ്ലോഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ചേഴ്സൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഓരോ ഫോട്ടോസും ഓരോ ഫ്രെയിമിൽ കൊടുത്ത ശേഷം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഈ ഒരു വിഷൻ ബോർഡ് ഡിജിറ്റലി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസും ക്യാൻവയിൽ തന്നെ അവൈലബിൾ ആണ്. നേരത്തെ A4 ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്തെടുത്ത് വിഷൻ ബോർഡ് ടെംപ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഡോക്യുമെൻറ്റ് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. കളർ പ്രിൻ്റ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിവിടെ ലേസർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻ്റിൽ പകുതി ഭാഗം എൻ്റെ ഡിജിറ്റൽ വിഷൻ ബോർഡാണ്. മെയിനായിട്ടുള്ള ഗോൾസ് മാത്രം വെച്ച് ഫോണിൽ തന്നെ ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടുള്ള വിഷൻ ബോർഡാണത്. ബാക്കിയുള്ള ഭാഗം ഫിസിക്കലായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രിൻ്റ് എടുത്തതൊക്കെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഡിജിറ്റലായിട്ട് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്തിട്ടുള്ള വിഷൻ ബോർഡ് ഈ ഒരു ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വിഷൻ ബോർഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫോം ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫോം ബോർഡ് ഇല്ലാന്നുള്ളവർക്ക് കാർഡ്ബോർഡ് ആയാലും ഉപയോഗിക്കാം.
ആദ്യം തന്നെ എത്ര സ്പേസ് വേണമെന്നറിയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസസ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി വന്ന പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനത്തെ സ്റ്റെപ്പായിട്ട് ഇത് ഓരോന്നും ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ബോർഡറിലുള്ള എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷമാണ് അകത്തേക്ക് പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 2026 വിഷൻ ബോർഡ് റെഡിയായി. അപ്പോൾ അതുപോലെ ഫിസിക്കലായിട്ടുള്ള വിഷൻ ബോർഡ് വേണ്ട എന്നുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റലായിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം പ്രിൻ്റ് എടുത്ത് ഇതുപോലെ ഫ്രെയിം ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.